നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലും പ്രവചനത്തിലുമൊക്കെ എപ്പോഴും പിഴവുകൾ സംഭവിക്കാത്തൊരു വ്യക്തിയാണ് റാഷിദ് സി.പി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ റാഷിദ് സി.പിയുടെ പ്രവചനങ്ങൾ കൃത്യതയോടെ സംഭവിക്കാറുണ്ട്. ഇന്നലെ വോട്ടെടുപ്പിന് ശേഷം റാഷിദ് ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: UDFന് ലഭിക്കുന്നത് 91 മുതൽ 102 വരെ സീറ്റുകൾ, 41.5% മുതൽ 45% വരെ വോട്ടുകൾ. LDFന് ലഭിക്കുന്നത് 38 മുതൽ 48 വരെ സീറ്റുകൾ, 36% മുതൽ 39% വരെ വോട്ടുകൾ. NDAയ്ക്ക് ലഭിക്കുന്നത് 1 മുതൽ 3 വരെയുള്ള സീറ്റുകൾ, 14% മുതൽ 17% വരെ വോട്ടുകൾ. 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ടിന്റെ പരിപൂർണമായ റിവേഴ്സ് സ്വീപ്പ്. സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടതിനെ അടിസ്ഥാന അനുഭാവ വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തി. രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകളില്ലാത്ത കുറവ് സംഭവിച്ചു. ഈ പോസ്റ്റിന് ഏകദേശം 8500ഓളം ലൈക്കുകൾ, നിരവധി പേർ കമന്റുകളും കുറിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ചില കണക്കുകൾ അവതരിപ്പിക്കുന്നു. പിണറായി വിജയൻ എവിടെയിരുന്നാലും 3 ടേം അദ്ദേഹത്തിന് വേണം. പാർട്ടി സെക്രട്ടറിയായി ഇരുന്നത് 3 ടേമാണ്. ഇനി CM ആയാലും പിണറായി വിജയൻ 3 ടേം ഭരിക്കുമെന്നായിരുന്നു ചിലരുടെ വെല്ലുവിളി. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ ഉൾപ്പെടെ 10% പ്രവചനങ്ങൾ മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന വാദമാണ് മറുവിഭാഗം ഉയർത്തുന്നത്. 100+, അതാണ് VD സതീശനും ആവർത്തിക്കുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ വരെ നേടും എന്ന് റാഷിദ് പറയുമ്പോൾ ആ കണക്കുകൾ ചേർത്ത് വയ്ക്കുകയാണ് കോൺഗ്രസ്. റാഷിദ് സി.പിയുടെ കുറിപ്പിനടിയിൽ വന്ന ഭൂരിപക്ഷ കമന്റുകൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടത് അടിസ്ഥാന അനുഭാവ വോട്ടർമാരെ നിരാശപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകളില്ലാത്ത കുറവ്, അതുതന്നെയാണ് ഈ വീഴ്ചയുടെ കാരണം. UDFന് 100-ലധികം സീറ്റുകൾ പലരും പ്രവചിക്കുന്നു. എന്നാൽ കേരളത്തിലെ ചാനലുകൾ നടത്തിയ ഒപ്പീനിയൻ പോൾ UDFന് നിരാശ പടർത്തുന്നതായിരുന്നു. ആ ഒപ്പീനിയൻ പോളുകൾ പലതും പണം കൊടുത്ത് ചാനലുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന ആക്ഷേപം ശക്തിപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയിൽ വൻ ഇടിവ് സംഭവിച്ചു എന്ന് മിക്ക സർവേകളും സൂചിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ചർച്ചകളാണ് ഇവിടെയും. പന്തയവയ്പ്പുകളും തർക്കങ്ങളുമൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടരുന്നു. ഈ ഉയർന്ന പോളിംഗ് ശതമാനം LDFനെ തുണയ്ക്കുമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. മറുവിഭാഗം പറയുന്നത് ഭരണത്തിൽ അസംതൃപ്തി പൂണ്ട ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയെന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. എങ്കിലും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രകടമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. റാഷിദ് സി.പിയുടെ തെരഞ്ഞെടുപ്പ് വിശകലനം ഒരു കാര്യം വ്യക്തമാക്കുന്നു: വലിയ ഭരണവിരുദ്ധത കേരളത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 100-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ UDF ഭരണത്തിലേറും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ വിജയത്തിൽ പകച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം. മറുപക്ഷത്ത് 100 സീറ്റുകൾ വേണ്ട എന്ന് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളിലുമൊക്കെ ചിലർ പറയുന്നു. കാരണം ഇത് UDFനെ അഹങ്കാരത്തിലെത്തിക്കും. അവർ തമ്മിലടിച്ച് തമ്മിൽ തല്ലിത്തീരും. 45% വരെ വോട്ടുവിഹിതം, അതാണ് കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു UDF മുന്നേറ്റം റാഷിദ് സി.പിയുടെ പ്രവചനത്തിൽ. 2001 ശേഷം കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുൻ തെരഞ്ഞെടുപ്പുകൾ. എന്നാൽ ഇപ്പോൾ റിവേഴ്സ് സ്വീപ്പ് സംഭവിച്ചിരിക്കുന്നു എന്ന് റാഷിദ് പറയുന്നു. രാഷ്ട്രീയ വ്യക്തതയില്ലായ്മ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിഗത ഗ്രാഫ് ഇടിച്ചതാണ് ഇത്ര വലിയ പതനത്തിന് കാരണം. ഭരണത്തലവനെന്ന നിലയിലുള്ള സ്വീകാര്യത കുറഞ്ഞത് മുന്നണിയെ മൊത്തത്തിൽ ബാധിച്ചു. ഭരണ തുടർച്ചയെന്ന അവകാശവാദവുമായി കളത്തിലിറങ്ങിയ ഇടതുപക്ഷത്തെ നിരാശപ്പെടുത്തുന്നതാണ് ഇത്തരം പ്രവചനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ. പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച താഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഫലപ്രവചനം നടത്തുന്ന രീതി എല്ലാ കാലത്തും സംസ്ഥാനത്ത് ഉയരാറുണ്ട്. പോളിംഗ് കൂടിയാൽ അത് UDFന് അനുകൂലമാകുമെന്നായിരുന്നു പൊതുചിന്ത. കേരളത്തിന്റെ തനതു രാഷ്ട്രീയം തിരുത്തിക്കുറിച്ചാണ് പിണറായി വിജയൻ 2021 തുടർ ഭരണത്തിലേറിയത്. സാധാരണ ഒരു മുന്നണിക്ക് ശേഷം മറ്റൊരു മുന്നണി, അതായിരുന്നു കേരളത്തിന്റെ ശൈലി. ഇക്കുറി ദേശീയ നേതാക്കളടക്കം കേരളത്തിൽ കളം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്തു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഹമ്മദ് അസ്സുദ്ദീൻ വരെയും കേരളത്തിലെത്തി കോൺഗ്രസ് പ്രചരണ ക്യാമ്പുകളെ കൊഴുപ്പിച്ചിരുന്നു. കാടിളക്കിയുള്ള തങ്ങളുടെ പ്രചരണമാണ് ഇപ്പോൾ ഈ ഉയർന്ന പോളിംഗിന് കാരണമായത് എന്ന് UDFും കോൺഗ്രസ് സംവിധാനവുമൊക്കെ വിശ്വസിക്കുന്നു.
എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ മറ്റു ചില കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. റെക്കോർഡ് പോളിംഗ് നടന്ന 1987-ലും പോളിംഗ് കുറഞ്ഞ 1996-ലും ഇടതുമുന്നണിയാണ് അന്ന് അധികാരത്തിലെത്തിയത്. UDFനെ സംബന്ധിച്ച് ഉയർന്ന പോളിംഗ് ശതമാനം വലിയ ആത്മവിശ്വാസം അവർക്ക് പകരുന്നു. താഴെത്തട്ടിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനമെന്നവർ ഉറപ്പിക്കുന്നു. തങ്ങളുടെ കേഡർ വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അതേ വോട്ടിംഗ് പാറ്റേണാണ് ഇത്തവണയും തുടരുന്നതെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നു. ഇപ്പോഴിതാ ഇടതുപക്ഷം ബൂത്തുകളിൽ നിന്ന് വോട്ടിംഗ് പാറ്റേണുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമമാണ്. AKG സെന്ററിൽ ഇതിനുവേണ്ടി ഒരു പ്രത്യേക യൂണിറ്റിനെ സജ്ജമാക്കി. തിരുവനന്തപുരത്തെ നേമത്തും കഴക്കൂട്ടത്തും വിജയിക്കാനാകും. കൊല്ലത്തെ ചാത്തന്നൂരിലും കരുനാഗപ്പള്ളിയിലുമൊക്കെ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് BJP വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റു ചില മണ്ഡലങ്ങളിലും അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് BJP ക്യാമ്പുകൾ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇക്കുറി പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ വലിയ അത്ഭുതത്തിന് വകയില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് SIR-നെതിരെ അന്ന് പ്രക്ഷോഭം നടത്തിയവർ, പ്രതിഷേധം നടത്തിയവർ ഇപ്പോൾ എന്തു പറയുന്നു എന്നും BJP തിരികെ ചോദിക്കുന്നു. വോട്ടർ പട്ടികയിലില്ലാത്തവരുടെ പേര് വെട്ടിയും മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്തും കള്ളവോട്ടുകൾ തടഞ്ഞു നടന്ന തെരഞ്ഞെടുപ്പാണിത്. ഇരട്ടിപ്പുകളും ഒഴിവാക്കലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ആദ്യ ബലപരീക്ഷണം. പുതിയ വോട്ടർ പട്ടികയിലെ വോട്ട് സമവാക്യങ്ങൾ ആരെ തുണയ്ക്കുമെന്ന ചോദ്യം ഉയരുമ്പോൾ കള്ളവോട്ടുകൾ വെട്ടിനീക്കിയത് വഴി ഇടതുപക്ഷത്തിനും CPMനുമൊക്കെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ. കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനവട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോഴിക്കോട് ജില്ല അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു. ജില്ലയിലാകെ 81.26% പോളിംഗ്. പല മണ്ഡലങ്ങളും 80% പിന്നിട്ടു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കോൺഗ്രസിനൊരു സീറ്റ് പോലും ഉറപ്പിക്കാൻ കഴിയാത്ത മണ്ണാണ് കോഴിക്കോട്. അവിടെയാണ് ഉയർന്ന പോളിംഗ്. UDFന് വലിയ ആത്മവിശ്വാസം. വടക്കൻ മലബാറിൽ ഇക്കുറി UDF തേരോട്ടമാണ് എന്ന് UDF നേതാക്കൾ. വടക്കൻ കേരളത്തിലെയും മധ്യ തിരുവിതാംകൂറിലെയും വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ UDF ഭൂരിപക്ഷത്തിന് മേൽ ഉറപ്പിച്ചിരിക്കുമെന്നാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്. മലപ്പുറത്തെ പോളിംഗ് ശതമാനം 80-നോടടുത്ത് നിൽക്കുന്നു. 79.70%. തിരൂർ പോലുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ രാത്രി വൈകിയും ക്യൂ. നഗരമേഖലയായ എറണാകുളത്തെ വോട്ടർമാർ പൊതുവെ വോട്ടെടുപ്പിൽ വിമുഖത കാട്ടാറാണ് പതിവ്. എന്നാൽ ഇത്തവണ അവരുടെ ചീത്തപ്പേര് മായ്ക്കപ്പെട്ടു. കുന്നത്തുനാട്, പറവൂർ, തൃക്കാക്കര, തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. എറണാകുളം ജില്ലയെ 80%-ഓടടുത്തെത്തിക്കുന്ന കാഴ്ച. എന്തിനേറെ ഇടുക്കി ജില്ലയിൽ പോലും 77.15%, തൃശൂർ ജില്ലയിൽ 77.10%, ആലപ്പുഴ ജില്ലയിൽ 77.40%, പത്തനംതിട്ട ജില്ലയിലാണ് താരതമ്യേന കുറവ്, 70.76%, കൊല്ലം ജില്ലയിൽ 76.27%, തിരുവനന്തപുരത്ത് 77.05%. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം VD സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. സർക്കാരിനെതിരെ അതിശക്ത വികാരമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. LDFന് വോട്ട് ചെയ്യുന്നവർ പോലും അവർ മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. UDF പ്രവർത്തകർ ഒത്തൊരുമയോടെ ആവേശത്തോടെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് എന്ന് സതീശൻ പറയുന്നു. ഘടകകക്ഷികൾ തമ്മിലുള്ള ഭേദമില്ലാതെ ടീം UDF എന്ന നിലയിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമൊരുക്കാൻ ഞങ്ങളെ സഹായിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ദേശീയ തലത്തിൽ BJP ഭീഷണിയും അതിന് കേരളത്തിലെ CPM നൽകുന്ന സഹായവും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയെടുത്തു. അത് UDFന് അനുകൂലമാകുമെന്ന് സതീശൻ പറയുന്നു. BJPയേക്കാൾ ശക്തമായി ശബരിമല വിഷയമടക്കം ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ ടീം UDFന് കഴിഞ്ഞുവെന്നാണ് സതീശന്റെ വിലയിരുത്തൽ. LDF നടത്തിയ അമിതമായ പരസ്യപ്രചാരണവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം മാത്രം ഉപയോഗിച്ചുള്ള ബോർഡുകളും തിരിച്ചടിയുണ്ടാക്കി എന്ന് സതീശൻ വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരത്തിന്റെ 80% പിണറായി വിരുദ്ധ വികാരമാണ് എന്ന് സതീശൻ പറയുന്നു. ആരുണ്ട് ചോദിക്കാൻ എന്ന ശൈലിയോടും ധാർഷ്ട്യത്തോടുമുള്ള ജനങ്ങളുടെ മറുപടിയാണ് വോട്ടെടുപ്പിൽ നിഴലിക്കുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ LDFന് വലിയ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കി എന്ന് സതീശൻ പറയുന്നു. മാറ്റം ഉറപ്പെന്ന് UDF വിലയിരുത്തുമ്പോൾ മൂന്നാം വട്ടവും തങ്ങൾ ഭരിക്കുമെന്ന
വിചിത്ര പ്രസ്താവനയുമായി LDF കളത്തിലിറങ്ങി. നിയമസഭയിൽ തങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് BJP. ജനമിരച്ച് പോളിംഗ് ബൂത്തിലെത്തിയത് ആരെ തുണയ്ക്കാൻ? എന്തായാലും 100-ലധികം സീറ്റുകളോടെ UDF അധികാരത്തിലെത്തരുത് എന്ന് ഒരുപക്ഷെ UDF പ്രവർത്തകർ പോലും പ്രാർത്ഥിച്ചേക്കാം. തമ്മിലടിയും അഹങ്കാരവുമൊക്കെ അവരിൽ വളരാൻ ഇത് കാരണമാകും. ഭരണ തുടർച്ചയ്ക്ക് ആവശ്യമായ സീറ്റുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന് LDF കേന്ദ്രങ്ങൾ പറയുന്നു. 75 മുതൽ 80 സീറ്റുകൾ വരെയാണ് CPMന്റെ വിലയിരുത്തൽ. ഒരു കാര്യം വ്യക്തമാണ്, UDFന് അനുകൂലമായ ഒരു തരംഗം സംസ്ഥാന തലത്തിൽ കൃത്യമായി പ്രതിഫലിച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരം എവിടെയും പ്രകടമായിരുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം അത് നമ്മോട് പറയുന്നു. അതിലപ്പുറം UDF എത്ര ഭൂരിപക്ഷം നേടും എന്നതിൽ തർക്കം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.